ഡോക്ടർ ഐശു ഹരിഹരസും പോട്ടെ, നിങ്ങളിനി ബാക്കി പറയും. മഹിമയുടെ അവസാനത്തെ അടി നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. സ്റ്റാർമായിട്ടുള്ള ആൾക്കാരോട് അഭിനയിച്ചു, അതിലേറെ സന്തോഷം. ഐശു ഹരിഹരസും പോട്ടെ, നിങ്ങളിനി ബാക്കി പറയും. പടം നന്നായിരുന്നു. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ്. നിങ്ങളും എല്ലാവരും കണ്ട മഹിമയുടെ അവസാനത്തെ അടി സൂപ്പർ. സന്തോഷമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പടം. ഇപ്പൊ ഓഡിയൻസ് കണ്ട് പറയട്ടെ, നിങ്ങളെ കണ്ടല്ലേ അഭിപ്രായം? ഇവിടെ തന്നെ ഇതല്ലേ വാലന്റൈൻസ് ഡേ. അടിപൊളിയല്ലേ? അവരൊക്കെ ഞങ്ങളെല്ലാവരും എല്ലാ ഞങ്ങളുടെ പ്രൊമോഷൻസിലൊക്കെ പറഞ്ഞ പോലെ അടിച്ചു പൊളിച്ച ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നല്ല രസമായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്ട്രെച്ചിലൊരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത്, അതും എത്രയും സ്ട്രോങ് ആയ ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റെയറായി കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും ഇതിന്റെ ഭാഗമായിരുന്നു. അയ്യോ, അത് ഞാൻ ജഡ്ജ് ചെയ്യാൻ. അർജുൻ വേഴ്സറ്റൈൽ ആക്ടറാണ്, ഓൾറെഡി തെളിയിച്ച ആക്ടറാണ്. അപ്പൊ ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരാണ്? അർജുൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നമുക്ക് ജഡ്ജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമുണ്ട്. നമുക്കൊന്ന് വേറെ കുറെ തിയേറ്ററിൽ കൂടി പോകണം. അപ്പൊ അതിന്റെ സന്തോഷത്തിലിരിക്കണം. അല്ല, എക്സ്ട്രീം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള ഔട്ടർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് കുഴപ്പമില്ലല്ലേ? കാണട്ടെ, ആൾക്കാർ പേടിച്ചായിരുന്നു എന്തെങ്കിലും അങ്ങനെ ആൾക്കാരെ എങ്ങനെ എടുക്കും? നമ്മൾ ഇഷ്ടമുള്ള ചെയ്യല്ലേ. കാണുമ്പോ ആൾക്കാരോട് ഇരുന്ന് കാണുമ്പോൾ ഒരു ടെൻഷനാണ് ഇപ്പൊ. ഈ ചിരി നമ്മുടെ രോമാഞ്ചത്തിലേക്ക് കണ്ട ചിരി പിടിക്കാനായിട്ട് ഞാൻ തന്നെ എല്ലാവരും ചിരിച്ചത്. വേറെ ആരും ചിരി പിടിക്കാൻ പറ്റില്ല. ഈ വാലന്റൈൻസ് ഡേ തിയേറ്ററിൽ ആഘോഷിച്ചാൽ മതി എന്നുള്ള വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് അവിടെയൊക്കെ തീർന്നു. വാലന്റൈൻസ് ഡേ അല്ല, ഇത് തിയേറ്ററിൽ ആഘോഷിച്ചാൽ മതി. ആൾക്കാർ മൊത്തം പുറത്ത് പോകണം. വേറെ പല തിയേറ്ററിലും പോകാണ്ട്. അതിന് വെച്ചേക്കണേ എല്ലാരും. മാത്യുവിനും വന്നിട്ട് മാത്യുവിനെ കണ്ടല്ലോ, അതിനകത്ത് കപ്പി കിടക്കണേ. എങ്ങനെയുണ്ട് അർജുനന് ഒരു ഇഷ്ടപ്പെട്ട? എനിക്കിഷ്ടം. ആൾക്കാർ കാണട്ടാ, കണ്ട അഭിപ്രായം. ആ അഭിപ്രായത്തിനോട് വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഓക്കെ, നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. പറയാനില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ ഇത്രയും സ്റ്റാർമായിട്ടുള്ള ആൾക്കാരോട് അഭിനയിച്ചു, അതിലേറെ സന്തോഷം. പടം പോയി കാണട്ടാ. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ കാണട്ടെ, ആൾക്കാർ കാണട്ടെ. പടം അടിപൊളി 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 അടിപൊളി. സൂപ്പർ സൂപ്പർ പടം. അടിപൊളി സൂപ്പർ സൂപ്പർ. ഹ്യൂമറൊക്കെ അടിപൊളി. ഇരിക്കാൻ പറ്റിയോ? അവിടെ കണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. നല്ല വാച്ച, ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫിലിം പടത്തിലുള്ള സ്ക്രീൻ പ്രസൻസിനെക്കാട്ടിലും ഈ കഥ സെൻട്രൽ പരിപാടി എന്ന് പറയുന്നത് ഷിൻഡോയുടെ ക്യാരക്ടറാണ്. അപ്പൊ അത് നമുക്ക് വലിയ കാര്യമുള്ളൂ. ഈ നടക്കുന്നതെല്ലാം നമ്മുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. ഈ അവസാനത്തെ തല്ലില് ഷിൻഡോയെ നോക്കി നിൽക്കുന്നുണ്ട്. അതെ അതെ, ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എല്ലാം എനിക്ക് വേണ്ടിയാണെന്നുള്ളത് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും മെയിനോട് നിങ്ങൾ തന്നെയല്ലേ എല്ലാ അങ്ങനെയല്ല, ബാക്കിയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ അടുത്ത് വരുന്നത് വലിയ കാര്യമാണ്. അത് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. വാലന്റൈൻസ് ഡേയുടെ വൈബ് എങ്ങനെയുണ്ട്? നല്ല വൈബാണ്. എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സംഗീതത്തിന്റെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ അതെ അതെ, സംഗീതം ലെമൺ ഡേവിസ് അല്ല, ഒരു ക്യാരക്ടറാണ്. അത് ആ ക്യാരക്ടർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയായിരുന്നു കയ്യടി കൂടുതൽ കിട്ടാൻ പോകുന്നത് കളിയതാണ്. ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ചിരി പടർന്നുണ്ട്. നല്ലതാവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൗഡർ ക്യാരക്ടർ ഉണ്ടല്ലോ, ലൗഡർ ക്യാരക്ടർ. അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു? അത് നമ്മൾ ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞിരുന്നു. കാരണം ആദ്യം നമുക്ക് തോന്നും കുറച്ച് സൈലന്റ് ആണല്ലോ, പക്ഷെ പിന്നെ ഒരു പോയിന്റിലാണ് അത് ഫ്ലിപ്പ് ആവുന്നത്. പിന്നെ അർജുനോടൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പെർഫോമൻസിന് കാര്യങ്ങളൊക്കെ അറിയാലോ അർജുൻ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നത്. അപ്പൊ വാലന്റൈൻസ് ഡേ സിനിമയുണ്ട്.